ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഡോക്ടർ സജിമോൻ, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്കയിൽ എത്തിച്ചു എന്ന ട്രംപിൻ്റെ പ്രസ്താവനയും അവിടുത്തെ നീക്കങ്ങളെയും ഒക്കെ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുക. ഒരു മാസം മുൻപേ പറഞ്ഞതാണ് കീഴടങ്ങണം, ഇല്ലെങ്കിൽ കടുത്ത നടപടി വരുമെന്ന് മദുറോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നാണോ ഇങ്ങനെ ഒരു സൈനിക നടപടി? തീർച്ചയായിട്ടും ഇതൊരു ഒരു പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗിളും എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇതിന്റെ ഒരു ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു എന്താ പറയുന്നത്, മിലിറ്ററിയുടെ ഒരു പ്രസൻസ് കരീബിയൻ സീയിലേക്ക് ഇൻക്രീസ് ചെയ്യുകയുണ്ടായി അമേരിക്കൻ ഗവൺമെന്റ്. അതിനുശേഷം സെപ്റ്റംബർ തൊട്ട് ഈ ജനുവരി 2-ാം തീയതി വാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ബോട്ടുകൾ സ്ട്രൈക്ക് ചെയ്യുകയും 115 ടെററിസ്റ്റുകളെ നാർക്കോ ടെററിസ്റ്റിനെ അമേരിക്ക വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 3-4 ഓപ്ഷൻ ആയിരുന്നു. ഈ ഒരു സ്ട്രാറ്റജി അമേരിക്ക കണ്ടിന്യൂ ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇൻവേഷനോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സ്നാപ്പ് ആൻഡ് സ്നാച്ച് എന്നുള്ളൊരു പോളിസിയിൽ ലീഡർഷിപ്പിനെ മറിച്ചിടുക എന്നുള്ള ഒരു സ്ട്രാറ്റജി. അങ്ങനെ 3-4 ഓപ്ഷൻസ് ആയിരുന്നു അമേരിക്കൻ ഗവൺമെന്റ് മുന്നിൽ ഉണ്ടായിരുന്നത്. അത് എന്നായിരുന്നു, എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരുന്നത്. ഏതായാലും വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഇവിടുത്തെ ലോക്കൽ ടൈമിന് 1:30 AM ഈ ഒരു അറ്റാക്ക് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയ ഡെൽറ്റ ഫോഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ, അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്ട്രൈക്ക് നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രസിഡന്റ് മഡുറോയും വൈഫും അവർ രണ്ടുപേരെയും ക്യാപ്ചർ ചെയ്ത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നതിന്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യത്തിന്റെ വസ്തുതയുണ്ട്. വെനിസ്വലൻ വൈസ് പ്രസിഡന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ജീവനോടെ ഉണ്ട് എന്നുള്ള തെളിവ് വേണം എന്നുള്ള ആവശ്യം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ക്യൂബയുടെ അല്ലെങ്കിൽ അവരുടെ വെനിസ്വലയുടെ സഖ്യരാഷ്ട്രങ്ങളായ ഇറാന്, അല്ലെങ്കിൽ എന്താ പറഞ്ഞ കൊളംബിയ, അങ്ങനെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നിന്നുള്ളൊരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ വെനിസ്വലൻ അമേരിക്കൻസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത് വളരെ ആകസ്മികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകസ്മികമാണ്, എന്നാലും വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്ട്രൈക്ക് പാതിരാത്രിയിൽ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2004 ഒസാമ ബിൻ 2003 ഒസാമ ബിൻ ലാദനെ എങ്ങനെ ക്യാപ്ചർ ചെയ്തോ, പാകിസ്ഥാനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തോ, അല്ലെങ്കിൽ 2011 ഒസാമ ബിൻ ലാദന്, അല്ലെങ്കിൽ അതിനു മുമ്പ് 2004 സദാം ഹുസൈനെ എങ്ങനെ ക്യാപ്ചർ ചെയ്തോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഒരു സിമിലർ കമ്പാരിസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സദേൺ ഹെമിസ്ഫിയറിന്റെ 1989 പനാമയിൽ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പനാമയുടെ പ്രസിഡന്റിനെ അമേരിക്കൻ ഭരണകൂടം അട്ടിമറിക്കുകയും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുകയും ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് വളരെ സങ്കീർണ ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ആ ഒരു വൺ ടൈം അറ്റാക്കും ആ വൺ ടൈം റീഇൻഫോഴ്സ്മെന്റും കഴിഞ്ഞ് ആ പ്രസിഡന്റിനെയും കൊണ്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് പോയി എന്നുള്ളത് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. മറ്റ് സ്പെസിഫിക് ഡീറ്റെയിൽസുകളൊന്നും, ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും ഡിക്ലെയർ ആയിട്ടില്ല. ഇവിടെ നോർത്തേൺ ടൈമിൽ, ഈസ്റ്റേൺ ടൈമിൽ 11 മണിക്കാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ള ട്വീറ്റുകൾ അറ്റോർണി ജനറൽ പാംബോണ്ടിയുടെയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയുടെ മാർക്കോ റൂബിയോയുടെയും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇതുവരെ ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലും വരുന്നുണ്ട്. മീൻസ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനൊരു അധികാരമുണ്ടോ, എങ്ങനെയാണ് അതിനുള്ളത്. അപ്പം അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ആർട്ടിക്കിൾ 2 അനുസരിച്ചിട്ട് അമേരിക്കൻ ഗവൺമെന്റിന്, അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു നീക്കം നടത്താനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇവിടുത്തെ ഒരു നാർക്കോ ടെററിസം. ഏകദേശം 100,000 to 110,000 ആൾക്കാരാണ് മരിക്കുന്നത്. എസ്പെഷ്യലി ഫെന്റനിൽ പോലുള്ള മാരക രാസപദാർത്ഥങ്ങൾ ഈ കരീബിയൻ ഏരിയയിൽ നിന്ന് വരുന്നത് കാരണം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഫോഴ്സ്, സ്ട്രോങ് പോസ്റ്റ് ഇതിനു വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം 3-4 കാര്യങ്ങളോട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഡ്രഗ് ട്രാഫിക്കിംഗ് മാത്രമല്ല, അതോടൊപ്പം ഒരു വൈഡ്ലി സ്പ്രെഡ് കറപ്ഷൻ ഒരു റീസൺ ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷന് പ്രസിഡന്റ് മഡൂറോ തോറ്റതാണ്, എന്നാൽ തോറ്റ് കഴിഞ്ഞിട്ട് മാറാതെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ 3-4 സോളിഡ് റീസൺസ് ആണ് അമേരിക്കൻ ഗവൺമെന്റ് ഈ ഒരു സ്ട്രൈക്കിന്റെ പിന്നിൽ പറയുന്നത്. ഏകദേശം 2013
2013 മുതൽ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ഒരു ഭരണമാണ് എന്ന് അത് ഇതിങ്ങനെ ഒരു പര്യവസാനമാണ് വന്നിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ക്രിസ്മസിന്റെ സമയത്ത് തന്നെ ഒരു സ്ട്രെയിം വാർണിംഗ് കൊടുത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഒന്നെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറിപ്പോകുക, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഡയറക്റ്റ് മഡുറോയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഇവോൾവ് ആകുന്നതേ ഉള്ളൂ. US ഗവൺമെന്റിന്റെ ഡെൽറ്റ ടാസ്ക് ഫോഴ്സ് ഏകദേശം 7 യുദ്ധവിമാനങ്ങൾ ഇൻവോൾവ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു സഡൻ അറ്റാക്ക് വെളുപ്പിന് 1.5 മണിക്ക് ചെയ്ത് വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയും വൈഫിനെയും ക്യാപ്ചർ ചെയ്തു, ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത്. ഇപ്പോൾ US കസ്റ്റഡിയിലാണ്. ഈ അമേരിക്കയിലേക്ക് വന്നോ അതോ എവിടെ ഏതാണ് സ്ഥലം എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ എങ്ങനെയാണ് വെനസ്വേലൻ ഗവൺമെന്റ് റിയാക്ട് ചെയ്യുന്നുള്ള 2 രീതിയിലാണ് അമേരിക്കൻ ഗവൺമെന്റ് നോക്കിക്കാണുന്നത്. ഒന്ന്, വെനസ്വേലൻ ഗവൺമെന്റിന്റെ അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മഡുറോയെ അട്ടിമറിക്കാനായിട്ട് അവിടെ നിന്നുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടികൾ തന്നെ വളരെയധികം ബഹളം വെക്കുകയും വളരെയധികം ഒരു കോർഡിനേറ്റഡ് മൂവ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അവസരമായി കണ്ടുകൊണ്ടിട്ട് അവർ ഇനി അധികാരം ക്യാപ്ചർ ചെയ്യുമോ, അതാണ് ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇപ്പം അധികാരം ക്യാപ്ചർ ചെയ്യുമോ, അത് റൺ ചെയ്യുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതോ അമേരിക്കൻ ഗവൺമെന്റ് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമോ എന്നുള്ളതൂടെയാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു സമയത്തിൽ പറയാനായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ സജിമോൻ, ഇപ്പോൾ ഈ നർക്കോട്ടിക് പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും മദുറോയുമായുള്ളത് നമുക്കറിയാം. അതൊരു ദീർഘകാലമായുള്ളൊരു വൈരമാണ് അമേരിക്കയ്ക്ക് നിക്കോളാസ് മദുറോയുമായുള്ളത്. അത് പലതരത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത്തവണത്തെ നൊബേൽ സമ്മാന വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപിനാണത് കിട്ടേണ്ടിയിരുന്നത്, ട്രംപിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് അവിടുത്തെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാവായ മരിയ മക്കാഡോ കൂടിയാണ്. അപ്പോൾ അവിടെ തന്നെ ട്രംപിന് പിന്തുണയുണ്ട് എന്ന കാര്യം അന്ന് വ്യക്തമായിരുന്നു. ആ നിലയ്ക്ക് ട്രംപിന് ശക്തമായി ആ രാജ്യത്ത് നിന്നും ഒരു പിന്തുണ കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ. രണ്ടാമത്തേത്, ഇപ്പോൾ തന്നെ കെയ്ൻ സ്റ്റാമറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു, ഞങ്ങൾ ഈ ആക്രമണത്തിൽ എവിടെയും പങ്കാളികളല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ മറ്റൊരു രാജ്യം. അപ്പോൾ എല്ലാവർക്കും ആ ആശങ്ക ഉണ്ടാവുമല്ലോ. ലോകരാജ്യങ്ങളിൽ സോഫാർ വളരെ കെയർഫുള്ളി ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ അവരുടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കോഷ്യസ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെയും മറ്റു സഖ്യരാഷ്ട്രങ്ങളുടെയും സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറിയാൻ കഴിഞ്ഞത് വെനസ്വേലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൊളംബിയയ്ക്ക് പോലും ഇത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സീക്രട്ട് മൂവ്മെന്റ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് മറുഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ക്യൂബ, ഇറാൻ അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെ ഏതാനും ദിവസങ്ങളായിട്ട് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും കൂടുതൽ മിസൈലുകളും മിസൈൽ ഡിറ്റക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെനസ്വേല ചോദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ന്യൂസ് ഇപ്പം ബ്രേക്കിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഗറില്ല വാർഫെയർ പോലെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കരക്കാസ് എന്ന് പറയുന്നത് ആ ഒരു നഗരം മൗണ്ടൻസിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം മേ ബി അമേരിക്കയുടെ ഫാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോൺ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ പണ്ട് വിയറ്റ്നാമിൽ നടന്ന പോലെയുള്ള ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസുകൾ ഇപ്പം ഇവിടെ നിന്ന് നോക്കി കാണുന്നില്ല. ഇതൊരു സഡൻ അറ്റാക്കാണ്, സ്നാപ്പ് ആൻഡ് സ്നാച്ച് എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് ഡെൽറ്റ ഫോഴ്സ് ചെയ്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏത് രീതിയിലേക്ക് പോകാനും അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വളരെ തയ്യാറെടുപ്പോടെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു ബിൽഡപ്പ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഓരോ മാസവും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാമായിരുന്നു. അതായത് ഓഗസ്റ്റിൽ ഇങ്ങനെയുള്ള കരീബിയൻ സീയിലേക്കുള്ള മിലിറ്ററി പ്രസൻസ് കൂട്ടുക മാത്രമല്ല ചെയ്തത്, വരുന്ന ഓരോ ബോട്ടുകളും ഈ നാർക്കോ ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അപ്പം തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കരീബിയൻ സീയിൽ കളയുന്ന ഒരു പ്രതിഭാസം കൂടെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 35ഓളം ബോട്ടുകൾ ഓൾറെഡി സ്ട്രൈക്ക് ചെയ്തു, 115 ആൾക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഡയറക്റ്റ് ഡ്രഗ് നാർക്കോട്ടിക്സ് എക്സ്പോർട്ടുമായിട്ട് ബന്ധമുള്ളതാണ് എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ മിലിറ്ററി ഇവിടെയുള്ള എനിക്കറിയാൻ കഴിഞ്ഞത് USS എയർഫോഴ്സിന്റെ ജെറാൾഡ് ഫോർഡ് പോലെയുള്ള കാരിയറും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഷിപ്പുകളും കാര്യങ്ങളും എയർഫോഴ്സ് കാരിയർ മൾട്ടിപ്പിൾ മിസൈൽസ് ഡിറ്റനേറ്റഡ് അസോൾട്ട് ഷിപ്പുകൾ, സബ്മറൈൻസ്
ഇതൊക്കെ ഈ കരീബിയൻ ഈ ഒരു പെനിൻസുല അമേരിക്ക ഓൾറെഡി വിന്യസിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കൈവിട്ട് വേറൊരു രീതിയിൽ പോവുകയാണെങ്കിൽ പോലും കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഫുൾ പ്ലാൻഡ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഈ ഓപ്പറേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വേറൊരു രാജ്യത്തിൽ നിന്ന് അതേ ആ രാജ്യത്തിന്റെ തലവൻ എന്ന് ക്ലെയിം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ മഡൂറോ അവിടുത്തെ പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് ആ ഇലക്ഷൻ തോറ്റതാണ്. ആ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം അധികാരത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മഡൂറോയ്ക്കെതിരെയുള്ള ഓപ്പോസിഷൻ പാർട്ടികൾക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റിനെ നിഷ്പ്രഭമായിട്ട് കളയാൻ വേണ്ടി തന്നെ ഇതിനെ നിരോധിക്കുകയും ഇതിനെ നാർക്കോ ടെററിസത്തിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു ഗവൺമെന്റ്, അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ മഡൂറോയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ ഒരു ടെററിസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യൂ. അങ്ങനെയുള്ള എല്ലാ സ്പെസിഫിക് പ്ലാനുകളും സ്ട്രാറ്റജിക്കലിയും മിലിറ്ററി വൈസും ചെയ്തതിനു ശേഷമാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, താങ്ക് യു ഡോക്ടർ സജിമോൻ ആന്റണി. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ട്രംപിന്റെ ആ വാർത്താ സമ്മേളനത്തിലേക്കാണ്. അതിലായിരിക്കും അദ്ദേഹം എന്താണ് നടന്നത്, എന്താണ് ഭാവി എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. ഇവരെവിടെയാണ് ഉള്ളത്, അതിന് തെളിവ് വേണമെന്നതാണ് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജീവനോടെ ഉണ്ട് എന്നതിന് തെളിവ് വേണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിർണായകമായ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടി US രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ഇത്തരമൊരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി രാത്രികാല ഓപ്പറേഷനാണ് നടന്നത് എന്ന് പ്രഖ്യാപിച്ചു. ഇനി ആ ഓപ്പറേഷന്റെ വിശദാംശങ്ങളടക്കം നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും അറിയാൻ കഴിയും.